എല്ലാവർക്കും നമസ്കാരം. മൈ ഡെയിലി ലൈഫ് സ്റ്റോറിയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോൺ വെജ് വിഭവങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് ഓടി വരുന്നത് ചിക്കൻ അല്ലെന്നുണ്ടെങ്കിൽ മട്ടൻ, അങ്ങനെ ബീഫ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ്. എന്നാൽ സീസണൽ ആയിട്ടുള്ള ഒരു മീനാണ്, അല്ലെങ്കിൽ ഒരു ഫിഷ് ഐറ്റംസിൽ വരുന്നതാണ് നമ്മുടെ കണവ അല്ലെങ്കിൽ കൂന്തൽ എന്നറിയപ്പെടുന്ന സ്ക്വിഡ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കുകയെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് തയ്യാറാക്കുന്നത് കണവ വരട്ടിയതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പം 1 കിലോ കണവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഓൾറെഡി ഒന്ന് അവർ മുറിച്ച് അകത്തെ ക്ലീനൊക്കെ ചെയ്ത് തന്നതാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് റിംഗ് ഷേപ്പിൽ വേണേൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കറിവേപ്പില വേണം. പിന്നെ ഞാൻ 2 മീഡിയം സൈസ്ഡ് സവാള ചെറുതായിട്ട്, വളരെ തിന്നായിട്ട്, ചെറുതായിട്ട്, ഒത്തിരി നീളത്തിലല്ലാതെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പം നമ്മളിതുപോലെ നാടൻ വിഭവങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയിലാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. പിന്നെ ആവശ്യത്തിന് കടുക് വേണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാലപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ചേർക്കുന്ന സമയത്ത് പറയാം കേട്ടോ. ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട്. നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇതിന് വേവിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇത് 3-4 മിനിറ്റ് കൊണ്ട് വളരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മിനിറ്റ് കൊണ്ട് ഹൈ ഫ്ലെയിമിൽ വളരെ ഇതായിട്ട് വേവിച്ചെടുക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ വേവിച്ചെടുക്കണം. അപ്പം ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത് കുക്കറിലാകുമ്പം പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് വേവിൽ വെച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ വേവിച്ചെടുക്കുന്ന ഒരു 5 വിസിൽ വരെ നമ്മൾ കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ ചെയ്തെടുക്കണം. അതപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ഭാഗമാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ കണവ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കണവ വെന്ത് വരുമ്പോൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പൊടികൾ മാത്രം ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് വിട്ടുപോയൊരു കാര്യം, മുളക് പൊടി പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലിപ്പൊടി നമുക്ക് ആവശ്യത്തിന് വേണം കേട്ടോ. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലിപ്പൊടി ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പോൾ കുറച്ചിട്ടാൽ മതി. ബാക്കി നമുക്ക് വയ്ക്കുന്ന സമയത്ത്, മസാല വരട്ടുന്ന സമയത്ത് എടുക്കാം. അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ഫുൾ ഇടണ്ട. എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ ടീസ്പൂണിൻ്റെ 1/2 ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാളയുടെ നേർപകുതി ഇട്ട് കൊടുക്കുക. അതുപോലെ കറിവേപ്പില 2 തണ്ട് ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടി ഇട്ടാൽ മതി. പിന്നീട് നമുക്ക് ആവശ്യം പോലെ മണം കുറവാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെച്ചിരിക്കുന്ന തക്കാളി, ഒരു വലിയ തക്കാളിയാണ് മുറിച്ചിട്ടിരിക്കുന്നത്. അതിൽ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. അതിലും പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കഴുകി കൈ വെച്ചിട്ട് നല്ല വൃത്തിയാക്കി നല്ലതായിട്ടൊന്ന് തിരിഞ്ഞ് യോജിപ്പിക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കണവ മുങ്ങി വരാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കൂന്തൽ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് പാൻ ചൂടാകുമ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. നമ്മൾ ബാക്കി വെച്ചിട്ടില്ലായിരുന്നു, ആ സവാള ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പം ഇഞ്ചി, വെളുത്തുള്ളി, സവാള നന്നായിട്ട് മൂക്കട്ടെ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്.
ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബാക്കി തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കണവ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് വരണം. എക്സ്ട്രാ വെള്ളം നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ കണവ വെന്തിട്ടുള്ള വെള്ളം, അതിൻ്റെ വെള്ളം മാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കണവ ഇടരുത്. ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ. കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണവയിലുണ്ടായിരുന്നു നമ്മൾ വേവിച്ച വെള്ളം കളയണ്ട. നമുക്ക് ആ വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി നമ്മൾ വറ്റിച്ചെടുത്താൽ മതി. ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് കുറച്ച് കൂടുതൽ ചേർക്കണേ അങ്ങനെ ചേർക്കാം. സ്ക്വിഡ് വരട്ടിന് ഏറ്റവും നല്ലത് കുരുമുളക് ഇട്ട് വരട്ടി വെക്കുന്ന സ്ക്വിഡ് വരട്ടാണ് അടിപൊളി ടേസ്റ്റ്. അപ്പം അത് കുരുമുളകിൻ്റെ ടേസ്റ്റ് കുറച്ച് മുമ്പോട്ട് നിൽക്കുകയും വേണം. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കുക. സ്ക്വിഡിനാകുമ്പോൾ ഇത്തിരി മസാലയും അതുപോലെയൊക്കെ ഇത്തിരി ടേസ്റ്റ് മുമ്പോട്ട് നിൽക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടതിന് ശേഷം കാണിക്കാം.